എന്റെ പ്രിയമുള്ള സഹോദരാ, പടച്ചവനെ 2 വർഷക്കാലമായി നമുക്കറിയാ സുനാമി എന്തെന്ന്, എന്താണ് ഉരുൾപൊട്ടലെന്ന്, എന്താണ് വെള്ളപ്പൊക്കമെന്ന്. പടച്ചവനെ കാറ്റിന്റെ വേഗത ഓരോ പേരുകളാണല്ലോ. പടച്ചവനെ എന്താണ് സർവ്വനം നഷ്ടപ്പെട്ടു പോയി. ഒരു 10 പതിറ്റാണ്ട് കാലം തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ ഇന്നലത്തെ പണക്കാരൻ ഇന്ന് ഒന്നുമില്ലാത്തവനെ പോലെ പടച്ചവനെ ക്യാമ്പുകളിലേക്ക് പോയി കിടക്കേണ്ട ഒരു അവസ്ഥ കണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് അല്ലാഹു ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്? നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കിത് പഠിക്കുന്നതിന് വേണ്ടിയാ, വെറുതെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചത്, നീ എന്തേ ചിന്തിക്കാത്തത്? എന്തേ നീ ചിന്തിക്കാത്തത്? അല്ലാഹ് പറഞ്ഞില്ലേ എന്തിനാണ് ഒരുപാട് സംഭവങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എന്തിനാ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ സമുദായത്തെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ചരിത്രം പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവരെ, തലകീഴായി മറിച്ച ചരിത്രം പറഞ്ഞത്? ഈ ചരിത്രമൊക്കെ പറഞ്ഞിട്ടും പഠിച്ചിട്ടും നമ്മൾ നന്നാകാതെ വന്നപ്പോ അല്ലാഹു ലൈവായി നമുക്ക് കാണിച്ചു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾ ചോദിക്കും, അല്ലാഹു ഞങ്ങൾക്ക് നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ നിസ്കരിക്കുന്നവരാണല്ലോ, ഞങ്ങൾ നന്മ ചെയ്യുന്നവരാണല്ലോ, എന്തേ അല്ലാഹു ഞങ്ങൾക്ക് ഈ പരീക്ഷണങ്ങൾ തരുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരാ, നിന്റെ ഈമാൻ അളക്കുന്നതിന് വേണ്ടിയാ. നീ പറയുന്ന, നീ വിശ്വസിക്കുന്ന ആ വിശ്വാസം ഉറച്ച വിശ്വാസമാണോ എന്ന് അളക്കുന്നതിന് വേണ്ടിയാണ് പടച്ച റബ്ബി പരീക്ഷണം തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. അല്ലാഹു ചോദിക്കുകയാ, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? അല്ലാഹു ചോദിക്കുകയാണ്, സ്വർഗ്ഗം അങ്ങ് വെറുതെ കിട്ടുമെന്ന് കരുതിയോടാ? അല്ലാഹ് പറയുകയാ, ഫലമ്മായതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇതെല്ലാം നേരിടാതെ നിനക്ക് സ്വർഗ്ഗം കിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വെറുതെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു പറയുന്നു, എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ പരീക്ഷണം കൊടുക്കുന്നത്? അല്ലാഹു തന്നെ പറയുന്നു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പുറത്താക്കി അല്ലാഹു പുറത്തേക്ക് വിടുമ്പോ ആദം നബിയോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം, പേടിയൊന്നും വേണ്ട, പൊക്കോ, ഭൂമിയിലേക്ക് പൊക്കോ, ഞാൻ നോക്കിക്കൊള്ളാം, നിന്റെ സമുദായത്തിനെ, നിന്റെ അനുയായികളെ, നിന്റെ അനന്തരാവകാശികളെ ഞാൻ നോക്കിക്കൊള്ളാം, പൊക്കോ. ആദം നബിയെ പറഞ്ഞു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. ഇവിടെ വന്നു കഴിഞ്ഞു, പടച്ചവനെ എന്താ പ്രയാസം? ഇവിടെ നോക്കിയാലും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും വല്ലാത്ത പവി നമ്മളൊക്കെ ഇങ്ങനെ നടക്കുക. പടച്ചവനെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്തിനാ അല്ലാഹ് ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്നത്? നിസ്കരിക്കുന്ന നിന്നെ എന്തിനാ അല്ലാഹ് കണ്ണുനീര് കുടിപ്പിക്കണേ? സദഖ കൊടുക്കണ നിന്നെ എന്തിനാ അല്ലാഹു കണ്ണുനീര് കുടിപ്പിക്കുന്നേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല, നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് അല്ലാഹു ഇടയ്ക്കിടയ്ക്കൊന്ന് അളന്നു നോക്കുന്നതാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത പ്രയാസത്തിലൂടെ നടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഹിജ്റ ചർച്ച ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്താണ് ഹിജ്റ? ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ പാഠം എന്താ? ഇന്നത്തെ സാഹചര്യവുമായിട്ട് ഏറ്റവും അനുയോജ്യമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഹിജ്റ. എന്താണ് ഹിജ്റ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മക്കക്കാർക്ക് പറയാൻ 1000 നാവാ. അല്ലാഹുവിന്റെ റസൂലിനെ അവർ അൽ-അമീൻ എന്ന് വിളിച്ചു. നബിയെ ഏത് കാര്യത്തിനും അവര് വിളിച്ചു കൊണ്ടുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വാക്കിനപ്പുറം മറ്റൊന്നുമില്ല.
എല്ലാവർക്കും വല്ലാത്ത അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹമാണ്, എല്ലാവർക്കും വല്ലാത്ത ബഹുമാനമാണ്. മുഹമ്മദിനെ കുറിച്ച് പറയാം 1000 നാവായിരുന്നു. 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് മുത്തുനബി ഇരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലേക്ക് അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായിട്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നുബൂവത്ത് കിട്ടി. അല്ലാഹുവിന്റെ റസൂൽ ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പടച്ച റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ അതുവരെ അല്ലമീനെന്ന് വിളിച്ചവര്, അതുവരെ സ്നേഹിച്ചവര് അല്ലാഹുവിന്റെ പ്രവാചകനെ കള്ളനെന്ന് വിളിക്കാൻ തുടങ്ങി, ആട്ടിയിറക്കാൻ തുടങ്ങി, മുഹമ്മദിനെ പ്രാന്താണെന്ന് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പ്രബോധനം തുടങ്ങുകയാണ്. നബി അവിടെ നിന്ന് പ്രബോധനം തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്നവരുണ്ടല്ലോ, അല്ലാഹുവേ അവർക്ക് നേരിടേണ്ടി വന്നത് വല്ലാത്ത പ്രയാസമോ. പ്രിയമുള്ളവരെ, ഹിജ്റ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം എന്തെന്നറിയോ? നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് കടന്നു വന്നോ, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ടല്ലോ, അവർക്ക് നേരിടേണ്ടി വന്നത് വല്ലാത്ത ത്യാഗമാ. അല്ലാഹുവിന്റെ പ്രവാചകനെയും തന്റെ കുടുംബത്തെയും ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് 3 കൊല്ലമാണ് കൊണ്ടുപോയി അവർ പട്ടിണി കിട്ടത്. ഭക്ഷണമില്ലാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് പോലും മുത്തുനബി എവിടെന്ന് കഴിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവുമുണ്ടല്ലോ, വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിച്ചിട്ട് മൃഗങ്ങൾ ആടുകളെ കാശിക്കുന്നത് പോലെ അവർ കാശിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. അബീ താലിബിന്റെ മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെയും കുടുംബത്തിന്റെയും വിശപ്പ് കാരണമുള്ള തേങ്ങല് പോലും കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്ക് നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനമോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് അവിടെയും ഇവിടെയും നടക്കുന്ന ഓരോരോ അക്രമങ്ങളെ കുറിച്ച് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഇതൊന്നുമായിരുന്നില്ല മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ബിലാൽ തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കിയിട്ട് ഇതിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടക്കുകയാണ്. ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി പടുത്തു കിടക്കുന്ന മലയാരണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് തന്റെ നെഞ്ചിലേക്ക് കരിമ്പാറയെടുത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതയ്ക്കുകയാ. എന്തിനാ? ആരെയെങ്കിലും കൊന്നതിന്റെ പേരിലല്ലോ, മോഷണം നടത്തിയതിന്റെ പേരിലല്ലോ, എന്തെങ്കിലും അപരാധം ചെയ്തതിന്റെ പേരിലല്ലോ. ബിലാൽ ഞങ്ങളുടെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് ഇതിലൂടെ വലിച്ചടച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ, പേരിലാ നെഞ്ചത്തിലെ ചാട്ടവാറ് കൊണ്ട് തള്ളിച്ചതയ്ക്കുമ്പോ അവസാനം കടന്ന് അല്ലാഹുവേ വെള്ളം കുടിക്കാതാകിച്ചിട്ട് തൊണ്ട പൊട്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി കിടന്ന് ബിലാൽ തങ്ങൾ യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ വായിലേക്ക് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, എവിടെയിട്ട് തല്ലിച്ചതയ്ക്കുമ്പോഴും ബിലാൽ തങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. വല്ലാത്ത പീഡനങ്ങളായിരുന്നു സഹാബികൾക്ക് നേരിടേണ്ടി വന്നത്, വല്ലാത്ത പീഡനമാ. പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പേര് പടച്ചവൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരാണിനെയും പെണ്ണിനെയും പട്ടിയെ തല്ലുന്നതുപോലെ കൊള്ളിച്ചതയ്ക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളും നോക്കുമ്പോ ഒരാണിനെയും പെണ്ണിനെയും
പടച്ചവനെ തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് ഖുറൈശികളെ തല്ലിച്ചതയ്ക്കുകയാണ്. ആരെയെന്നറിയുമോ? സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ഉമർ റളിയല്ലാഹു തആല അൻഹു, യാസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ പടച്ചവരെ ഖുറൈശികളെ നാല് ഭാഗത്തു നിന്ന് തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതിരുന്നപ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? അതാ തീ കൂട്ടുകയാണ്, അതാ തീ കൂട്ടുകയാണ്. എന്നിട്ട് റബ്ബേ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൈകാലുകൾ കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയാ. പടച്ചവരെ തീയെന്ന് പടർന്നു പിടിക്കുകയാണ്. തന്റെ മുടിയിലൂടെ തന്റെ ശരീരത്തിലേക്ക് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അവിടെ കിടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവ് തീക്കകത്ത് കിടന്ന് കരിയുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്ന് തീയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വെളിയിലേക്ക് തുള്ളിയിടുകയാണ്. മണലാരുണ്യത്തിൽ കിടന്ന് ഉരുളുകയാണ്. തന്റെ ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ആ സമയത്താണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെന്ന് പറഞ്ഞു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ് സുമയ്യ. നബിയവിടെന്ന് പറയുമ്പോ അല്ലാഹുവേ, ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇവന്മാര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, ഇവര് നമ്മളെ എന്ത് കൊല ചെയ്താലും ഒരിക്കലും ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കരുത്. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ധൈര്യം പകർന്നു കൊടുക്കുകയാ. അബൂജഹലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ പടച്ചവനെ ഒരു കമ്പിയെന്ന് കുത്തിയിറക്കുകയാണ്. സുമയ്യ ബീബിയെ ചവിട്ടി തലയിലിട്ട് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് സുമയ്യ വിളിച്ചു പറഞ്ഞു, തോക്കല്ലേ, ഇവരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അബൂജഹൽ കാലെടുത്ത് സുമയ്യ ബീവിയുടെ തലയിൽ ചവിട്ടി ഈ മണ്ണിലേക്ക് ചവിട്ടി താറ്റുമ്പോഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്. കോപം വന്നു. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് ആ കുന്തം വലിച്ചൂരിയിട്ട് ആ കുന്തം സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖ്യഭാഗത്തേക്ക് അവിടെ നിന്ന് കുത്തിയിറക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു അഹദ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു പീഡനത്തിന്റെ കാലമുണ്ടായിരുന്നു. മുസ്ലിമായതിന്റെ പേരില് അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികൾക്ക് നേരിടേണ്ടി വന്ന പീഡനമിതാ. നമ്മളിതിന്റെ നാലിലും അനുഭവിക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും പല്ലാത്ത കഥ പറയുന്നവരാ. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എടുത്തു നോക്ക്, ഇതുപോലെ പടച്ചവനെ നമ്മൾ അനുഭവിക്കുന്നില്ല. മുസ്ലിമേ, വേണ്ടത് ത്യാഗമാ. ഈ ത്യാഗം സഹിക്കാൻ തയ്യാറാകെ മോനെ, നീ മുസ്ലിമാടാ. നിനക്ക് മരിക്കാൻ എന്ത് പേടിയാ? നിനക്ക് മരിക്കാൻ എന്തിനാ പേടിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ജനിച്ചപ്പോഴേ ബാങ്കം വിളിച്ചു ഇഖാമത്തും കൊടുത്തു. ഈ പള്ളിപ്പറമ്പിലേക്ക്, പള്ളിക്കകത്തേക്ക് കുളിപ്പിച്ചുകൊണ്ട് കടത്തുന്നത് കാത്തിരിക്കുന്നു നമുക്ക്. എന്തൊരു ഭയമാ സഹോദരാ. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. അല്ലാഹുവേ, ഒരു നല്ല മരണം തരണേ അല്ലാ, ഒരു നല്ല മരണം തരണേ അല്ലാ. മരണം നന്നാക്കി തരണേ എന്ന് ചോദിക്കുന്ന, മരിക്കാൻ പേടിയില്ലാത്ത പടച്ചവനെ എവിടെ കിടന്ന് നടുറോഡിൽ കിടന്ന്
വെട്ടുകൊണ്ട് മരിച്ചാൽ ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതല്ലേ മുസ്ലിമേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. അല്ലാതെ കൊട്ടാരം പണിയണമെന്നാണോ, രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കണമെന്നാണോ? ഒന്നുമല്ല. ഈമാനുള്ള നിസ്കാരത്തകമ്പുള്ള അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്നാ, അല്ലാതെ വേറൊരു മോഹവുമില്ല. അതുകൊണ്ട് അല്ലാഹു പറയുകയാ സ്വർഗം വെറുതെ കിട്ടൂല. അല്ലാഹുവിന്റെ സ്വർഗം വെറുതെ കിട്ടൂല. നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ റബ്ബിന്റെ സ്വർഗം അല്ലാഹു നിനക്ക് തരില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വഅദ് വെറുതെ പറയാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവെ ഹിജ്റ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം ത്യാഗം സഹിക്കാൻ നീ തയ്യാറാകണം. നിന്നെ തല്ലും, നിന്നെ കൊല്ലും, നിന്റെ ശരീരത്തിൽ കത്തി കുത്തി ഇറക്കിയിട്ട് പച്ച ഇറച്ചി വലിച്ചെടുക്കും. ചിലപ്പോൾ പെട്രോൾ ഒഴിച്ചിട്ട് ജീവനോടെ നിന്നെ കത്തിക്കും. ആ കത്തിക്കുമ്പോ നീ പറയണം അല്ലാഹു അഹദ് എന്ന് പറയാൻ കഴിയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടുത്ത് പത്രത്തിൽ വായിച്ചു ഒരു ചെറുപ്പക്കാരനെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് ജയ് ശ്രീമാന്തോ ജയ് ശ്രീരാം എന്ന് വിളിക്കില്ലെങ്കിൽ ഇപ്പൊ കത്തിക്കും. അവസാനം അവനെ തല്ലുന്നത് കണ്ടപ്പോ അവന്റെ വാപ്പ പറഞ്ഞു, മോനെ വിളിച്ചേക്കാൻ. ഞാൻ വിളിക്കൂല വാപ്പ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സഹാബികളുടെ കഥയല്ല. ഈ അടുത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിച്ചതച്ചിട്ട് ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചപ്പോ ഇപ്പൊ കത്തിക്കൂന്ന് പറഞ്ഞപ്പോഴും വാപ്പ പറഞ്ഞത്, പറഞ്ഞേക്കും മോനെ വിളിച്ചേക്കാനാ. ഞാൻ വിളിക്കൂല വാപ്പ, എന്നെ കൊന്നാലും വിളിക്കൂല. അള്ളാഹു പൊന്നുമോന് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. നമ്മളാണെങ്കിൽ കണ്ടം വഴി ഓടും. അതന്നെ നമ്മുടെ അവസ്ഥ. നമ്മളെങ്ങാണ് അങ്ങനെ പിടിച്ചിരുത്തിയിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു നമ്മൾ വേണമെങ്കിൽ പറയും നീ അള്ളാന്ന് വരെ നമ്മൾ പറയും. അതാ നമ്മുടെ വിശ്വാസം. നീ വിചാരിച്ചു, അല്ല ചോദിച്ചു നിനക്ക് ഓസിനങ്ങ് കയറി പോകാൻ അള്ളാഹ് സ്വർഗം വെച്ചിരിക്കണേ? അള്ളാഹു വെറുതെ ഒന്നും അള്ളാഹു സ്വർഗം തരൂല. എന്തിന്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കൊല്ലം, ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസമല്ല, 3 കൊല്ലമാ പോയിട്ട് 2 മലകൾക്കിടയിൽ കിടന്നിട്ട് പുല്ലു പറിച്ചു തിന്നത്. നമ്മൾ തിന്നിട്ടുണ്ടോ? ഞാനോ നിങ്ങളോ? നമ്മളെ ഇവിടെ സാമ്പത്തിക ഞെരുക്കം, മണ്ണാങ്കട്ട, അതാ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സാമ്പത്തിക ഞെരുക്കം. നമുക്കിവിടെ സമ്പത്ത് എന്ത്? നമുക്കതിന്റെ ആവശ്യമെന്ത്? 3 കൊല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് എന്തെങ്കിലും നമ്മളെന്താ പറയുക, അള്ളാഹിക്ക് എന്തോ നമ്മളോട് വെറുപ്പ്, പടച്ചോൻ എന്തോ വെറുപ്പ്. അതല്ലേ അല്ലാ? സഹോദര, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിച്ചത് ആരെയാ? നീ വിചാരിക്കുന്നത് നിന്നോട് അള്ളാഹിക്ക് എന്തോ വെറുപ്പുള്ളത് കൊണ്ടാണ്. വെറുപ്പല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ. അതാ മനസ്സിലാക്കണ്ടേ. എന്തേ ഉസ്താദെ ഞാൻ ഇത്ര 5 നേരം നിസ്കരിക്കും, തഹജ്ജുദ് വരെ നിസ്കരിക്കും, എന്നിട്ട് അല്ലാഹ് എന്താ എനിക്ക് ഇങ്ങനെ തരുന്നേ? അത് നിന്റെ ഈമാനിന്റെ കുറവ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് 1,24,000 പരം വരുന്ന അംബിയ മുർസലീങ്ങൾക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. സലാത്തൊക്കെ പറഞ്ഞു, ഇനി പറയാനൊന്നും ഉണ്ടാവില്ല. എല്ലാം വാരിക്കെട്ടാൻ സമയമായി, എല്ലാം വാരിക്കെട്ടാൻ സമയമായി. അതുകൊണ്ട് ചെയ്യാൻ പറ്റണ നല്ല കാര്യങ്ങൾ ചെയ്തോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എനിക്ക് പലതും പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഒരു അതിരിടുക. പ്രസംഗമാണല്ലോ, ഇതൊക്കെ ലൈവാണ്. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇന്നത്തെ കാലം ഇതാ ക്ലിപ്പിറങ്ങണ കാലമായതുകൊണ്ട് എന്തായാലും പിന്നെ മഅദിനിയുടെ നാട്ടിൽ വന്നിട്ട് പിന്നെ അതിന് ആ ചങ്ങാതിക്ക് അള്ളാഹു അല്ലാത്തൊരു ധൈര്യം, എന്തും പറയാനുള്ള ധൈര്യം അള്ളാഹു ആ ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇപ്പം പോയി ചോദിച്ചാലും അതുപോലെ തന്നെ പറയും, ഒരു മാറ്റമില്ല. ഇപ്പൊ പോയി ചോദിച്ചാലും എന്റെ പ്രിയമുള്ളതൊരു വല്ലാത്തൊരു ഈമാൻ. എത്രയൊക്കെ കുറ്റം പറയാൻ ഓരോരുത്തരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. തൊടിയിൽ ഉസ്താദ് പറഞ്ഞതുപോലെ നാവിന് ഇത്തിരി വല്ലാത്തൊരു ധൈര്യം. എന്തായാലും അൽഹംദുലില്ലാ, ഉമ്മത്തിനൊക്കെ ഒരുപാട് പ്രവാചകന്മാർക്ക് പ്രസംഗിക്കാനുള്ള ഒരു ആ പ്രസംഗം കേൾക്കുമ്പോഴാണ് പ്രസംഗിക്കണമെന്ന് ആഗ്രഹം തന്നെ പലർക്കുണ്ടായത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന അശദ്ദന്നാസി ബലാ അൽ അംബിയാ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്ക്, അല്ലാതെ കള്ളുകൂടിയും പെണ്ണുകൂടിയൊന്നുമല്ല, കാഫിരീങ്ങൾക്കൊന്നുമല്ല. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ 1,24,000 പരം വരുന്ന പ്രവാചക
പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു കണ്ണുനീര് കുടിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ പ്രവാചകനെയാ ഉപ്പാനെ കാണാൻ പറ്റിയോ? ജനിച്ച് മുമ്പേ പോയി. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ വാപ്പ പോയി. ഉമ്മാനെ കണ്ട് കൊതിരിരുന്നതിന് മുമ്പ് ഉമ്മയും പോയി. പിന്നെ താങ്ങും തണലുമായി നിന്ന് ഓരോന്നായി പോയി. എല്ലാം പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പട്ടിണി കിടന്നില്ലേ? നമ്മളൊക്കെ പട്ടിണി കഥ പറയും. നമ്മൾ ആരെങ്കിലും ഇന്നത്തെ തലമുറയോട് നബിയുടെ ചരിത്രം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയപ്പോ നേതാവ് 2 എണ്ണം കെട്ടി. ഇന്നത്തെ തലമുറ ചോദിക്കും, കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമെന്ന്. അതാ ഇന്നത്തെ സമുദായം, ഇന്നത്തെ നമ്മുടെ സമൂഹം അങ്ങനെയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അനുയായികൾ 1 എണ്ണം വെച്ച് കെട്ടിയപ്പോ മുത്തുനബി 2 എണ്ണം വെച്ച് കെട്ടിയിട്ട് കിടന്നേ. 1 മാസം തന്റെ വീടിന്റെ അകത്ത് അടുപ്പ് പുകഞ്ഞിട്ട് 1 മാസക്കാലം തന്റെ വീടിന്റെ അകത്ത് തീ കത്തിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം എത്ര മക്കളെയാ കൊണ്ട് പള്ളിപ്പറമ്പിൽ കബറടക്കി? 1 2 അല്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ എത്ര മക്കളെയാ സ്വന്തം മകളുടെ മയ്യത്ത് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ, ജന്നത്തിൽ ബഖീലേക്ക് പോ നബിയേ, മോളെ കബറടക്കാൻ കൊണ്ടുപോയി. മുത്തുനബി ഓടി ചെല്ലുമ്പോ തന്റെ പൊന്നാര മകളുടെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. പലക എടുത്തിടുന്ന സമയത്താണ് മുത്തുനബി കടന്നുപോയത്. ഉസ്മാന് തങ്ങൾ ചോദിച്ചു, നബിയെ കാണണോ നബിയെ? വേണ്ട ഉസ്മാനെ, അടക്കിയേരെ. എന്റെ പ്രിയമുള്ളവരെ, സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു കണ്ണുനീര് കുടിപ്പിച്ചത് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ നമുക്കും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിതിനേക്കാളും വലിയ ഒരു കാലം വരുന്നുണ്ട്. ഇത് തുടക്കവാ. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എല്ലാം വാരിപ്പറക്കി 4 ഭാഗത്ത് എന്നിട്ട് അങ്ങോട്ട് തല്ലു തുടങ്ങും. കൊള്ളാൻ തയ്യാറായിക്കോ? എല്ലാവരും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് മാനസികമായിട്ട്. ഇനി ഒറ്റ സഹായമേ ഉള്ളൂ. ഒരു പാർട്ടിക്കാരുടെയും നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഒറ്റ സഹായം, ബദരീങ്ങളെ സഹായിച്ച അള്ളാഹ് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈമാൻ അങ്ങോട്ട് ഉറപ്പിച്ചോ, റബ്ബിന്റെ സഹായം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതല്ലാതെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും അവിടെ അനുഭവിക്കേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാണ്. എവിടെ നോക്കിയാലും പരാതിയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ശരീരം കാണിച്ചിട്ട് പറയുന്നു, നബിയേ, പച്ചയിറച്ചി കുത്തിയെടുത്ത ശരീരമാണ്. അല്ലാഹുവേ, അതാ അമ്പ് പഠിപ്പിച്ചിട്ട് ശരീരത്തിലേക്ക് കുത്തിക്കേറ്റിയിട്ട് അവിടുന്ന് മാംസം ഇങ്ങനെ കുത്തിയിറക്കിയ ശരീരം കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ റസൂൽ ചോദിക്കുകയാ, മുത്തുനബി പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ഇസ്രായേലിൽപ്പെട്ട ജനങ്ങളെ പിടിച്ചുകൊണ്ട് വരികയാണ്. മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. ശരീരത്തിൽ നിന്ന് കാലിൽ നിന്ന് പഠിപ്പിച്ച കമ്പി കൊണ്ട് പച്ചമാംസം കുത്തിയെടുത്ത ശരീരം കാണിച്ചിട്ട് മുത്തുനബിയോട് പരാതി പറയുന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുൻഗാമികളെ പിടിച്ചു കൊണ്ടുവരും, മുസ്ലിമായവരെ കൊണ്ടുവരും, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ കൊണ്ടുവരും. കുടിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാലെടുത്ത് അതാ ഉച്ചയിൽ വെക്കുകയാ. തലയുടെ മധ്യഭാഗത്ത് ഈർച്ചവാലെടുത്ത് വെച്ചിട്ട് ചോദിക്കുക, തിരിച്ചു വരുവോ? ഇസ്ലാമിനെ കളഞ്ഞിട്ട് വരുവോ എന്ന് പറഞ്ഞാൽ അവരെ 2ആയിട്ട് മുറിച്ച് കളയുന്ന സഹാബ നബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, പ്രിയമുള്ളവരെ, ത്യാഗമാണ് വേണ്ടത്. ത്യാഗമാണ് നമുക്ക് വേണ്ടത്. ഒന്നാമതായി ഹിജ്റ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ത്യാഗം സഹിക്കാൻ തയ്യാറാകൂ. ത്യാഗത്തിലൂടെ എന്തും നേടാൻ കഴിയോ? ത്യാഗത്തിലൂടെ എന്തും നേടാൻ കഴിയോ? നേടിയാലേ അതൊരു വിജയമുള്ളൂ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ ഇവിടെ നിന്ന് പരാതി പറയുമ്പോ നബി പറഞ്ഞു, സഹാബ, ഹിജ്റ പോകാൻ തയ്യാറെടുക്ക് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് മദീനത്തേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കൊടുക്കുകയാ.
അള്ളാന്റെ റസൂൽ അവിടെ അനുവാദം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹിജ്റ പോകാ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാ. സഹാബികൾ അവിടെ നിന്ന് ഹിജ്റ പോകാറ് വെച്ചവരെ പല പല സംഘങ്ങളായിട്ട് ഹിജ്റ പോകാ തയ്യാറാവുകയാ. വരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയോ? വെറുതെ അല്ലാഹുവേകനാണ്, ആ പടച്ചറപ്പിനെ കൊണ്ട് വിശ്വസിക്കുന്നു. അല്ലാഹുവാണ് സർവ്വതിനേക്കാളും വലുത് എന്ന് വെറുതെ പറഞ്ഞാ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഹിജ്റ പോകാൻ പറയുമ്പോ സഹാബികളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാറ്. അവര് ഹിജ്റയുടെ യാത്ര തുടങ്ങുമ്പോ ഖുറൈശികളെ പറഞ്ഞതെന്തെന്നറിയോ? പോകണമെങ്കിൽ പൊക്കോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകണമെങ്കിൽ പൊക്കോ, പക്ഷേ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. കാലം നീ സമ്പാദിച്ചത്, ഈ മക്കയിൽ വെച്ച് സമ്പാദിച്ചത് മുഴുവൻ ഈ മക്കയിൽ തന്നെ നീ ഇട്ടിട്ട് വെറുതെയോടെ പോകടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനോട് മക്കളക്കാര് പറയുമ്പോ ഖുറൈശികൾ പറയുമ്പോ അല്ലാഹുവാണ് വലുത്. സർവ്വതിനേക്കാളും ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും പടച്ചറപ്പാണ് വലുത്. അവിടെ വീടിന് വിലയില്ല, അവിടെ സമ്പത്തിന് വിലയില്ല. മക്കയിൽ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ തന്നെ വിദേശിച്ചു. തിരുന്ന വസ്ത്രത്തോടുകൂടിയാണ് സ്വഹാബികൾ ഹിജ്റ പോയത്. അവര് പറഞ്ഞത് വെറുതെയല്ല, അല്ലാഹുവാണ് വലുതെന്ന് അവർ നാവ് കൊണ്ട് മാത്രം പറഞ്ഞതല്ല, അവര് ഹൃദയം കൊണ്ട് പറഞ്ഞവരാ. അല്ലാഹു തന്നെയാണ് വലുത്. കുളത്തിനോ വീണോ കുളത്തിനോ വിലയില്ല. സർവ്വതും കളഞ്ഞിട്ട് വെറും കൈയോടെ തിരുന്ന വസ്ത്രവുമായിട്ടാണ് സ്വഹാബികളെ നടന്നു പോയത്. പ്രിയമുള്ള സഹോദരാ, എത്ര വലിയ പണക്കാരാ പോയതെന്നറിയോ? എത്ര വലിയ സമ്പന്നന്മാരാ പോയതെന്നറിയോ? അതാ ചരിത്രത്തിൽ കാണാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സ്വഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ നബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. നബി കരയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ കരയുന്നത്? എന്തിനാണ് നബിയേ കരയുന്നത്? നിന്റെ പഴയകാലം ഓർത്തിട്ട് കരഞ്ഞതാ മുസ്അബ്. ആരാണ് മുസ്അബെന്നറിയുമോ? ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാ, ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം തുടങ്ങുമ്പോ നബിയെ കുറിച്ച് കേൾക്കുമ്പോ ആരും കാണാതെ മുസ്അബ് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്. കാരണം മുസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഉമ്മാനെയാ. ഉമ്മാനെ അത്രയ്ക്കും വലിയ പേടിയാ. അവസാനം മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് തന്റെ വീട്ടിലെ ഒരു ജോലിക്കാരൻ കാണുകയാണ്. വീട്ടിലേക്ക് തന്നെ പറഞ്ഞു കൊടുത്തു. മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നെ നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളായിരുന്നു. നേതൃത്വം കൊടുക്കുന്നത് തെറ്റതല്ലയാ. മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ അകത്ത് കെട്ടിയിട്ട് സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞു, അമ്മാ എനിക്ക് മുത്തുനബിയെ കാണണമെന്നാ. എത്രയൊക്കെ ഉപദേശം കൊടുത്തിട്ടും തന്റെ പുണ്യമകൻ നന്നാകാതെ വരുമ്പോ അതാ വീട്ടിലെ വേലക്കാരി മുസ്അബ് തങ്ങളെ വീടിന്റെ അകത്തിട്ട് തല്ലിച്ചെടുക്കുകയാ. ആരാ മുസ്അബെന്നറിയോ? മുസ്അബിന്റെ ആസ്തി എന്തെന്നറിയുമ്പോടാ ചെറുപ്പക്കാരാ, സ്വർണ്ണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാ മുസ്അബ് ധരിക്കുന്നത്. സാക്ഷാൽ അംബാനി പോലും ധരിക്കാറില്ല.
പടച്ചവരെ സുന്നത്തിന്റെ നൂല് കൊണ്ട് നീല വസ്ത്രം ധരിച്ച് നടന്ന് നിശബ് ആ സുഗന്ധത്തിനോട് വല്ലാത്ത ആഗ്രഹമാണ്. ഒരിക്കലേ ഒരു സുഗന്ധം തേക്കാറുള്ളൂ. എന്നിലും കുഞ്ഞിലും അടിമകളെ നടക്കുമായിരുന്നു. നിശബ് കുതിരയുടെ മുകളിൽ വരുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ചരിത്രം പറയുന്ന മക്കയിലെ പല തോട്ടങ്ങളും നിസബിന്റെ ഉമ്മയുടെ തോട്ടമോ. അത്രയ്ക്കും വലിയ സമ്പന്നന്റെ മകനായ നിസബ് അവസാനം എന്ത് ചെയ്തിട്ടും നേരെയാകാതെ വന്നപ്പോ അവരെന്ന് തല്ലിച്ചതച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ട് വലിച്ചെറിയുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മ വിളിക്കുന്നു, നിസബേ ഇവിടന്ന് പുതിയ മതത്തിലേക്ക് പോകല്ലേടാ. ഇവിടന്ന് പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരില്ല നിസബേ. അല്ലാഹുവേ ഉമ്മ വിളിച്ചു പറയുമ്പോ അല്ലാഹു തആല തിരുന്ന കമീസം ഊരുകയാണ്. അവിടെന്ന് ധരിച്ച വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രമങ്ങ് ഊരിയപ്പോ ഉമ്മാടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുന്ന ഉമ്മ ഇതും നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഒന്നും വേണ്ട ഉമ്മ. വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഉമ്മ വിളിച്ചു പറഞ്ഞു, നിസബേ ഇനി നിന്റെ നാവ് കൊണ്ടെന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ. ഇനി മുതൽ നീ എന്നെ ഉമ്മ എന്ന് വിളിക്കരുത്. ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാൻ വരരുത്. അവിടെ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നുപോയി. ഈ ചെറുപ്പക്കാരൻ ഇത്രയും വലിയ നിസബ്, ഇത്രയും വലിയ സമ്പന്നന്റെ ഉടമയായ നിസബ്. അല്ലാഹുവേ ചരിത്രമെടുത്തു നോക്ക് ചെറുപ്പക്കാരാ. എന്തിനാണ് മുത്തുനബി കരഞ്ഞതെന്നറിയോ? ഒരു പുതപ്പ് കൊണ്ട് ഇങ്ങനെ പുതച്ചിരിക്കുകയാ. ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ആ പുതച്ചിരിക്കുന്ന പുതപ്പ് 72 സ്ഥലങ്ങൾ കീറിയതാ. 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച ഒരു പുതപ്പും പുതച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോയത്. പ്രവാചകൻ കരയാറുള്ള കാരണമിതാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിസബേ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനുള്ള കൊതി കൊണ്ടാണ് നബിയേ. രണാകടത്തിലെ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകർ സഹാബികൾ ഇങ്ങനെ ജനാസകൾ പൊതിയുകയാണ്. ഷഹീദായവരുടെ ജനാസ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ടൊരു ജനാസയുമായി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുന്ന ആരുടെ ജനാസയാ? റളിയല്ലാഹു തആല അൻഹു. സഹാബാ ജനാസ പൊതിയാത്തത് നബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ, കഫൻ തുണി തികയുന്നില്ല. തലമറയ്ക്കുമ്പോ കാലുവെളിയില, കാലുമറയ്ക്കുമ്പോ തലവെളിയിലാണ്. കഫൻ തുണി പോലുമില്ല, കഫൻ തുണി പോലും തികയുന്നില്ല. മുത്തുനബി പറഞ്ഞ് തലമറച്ചിട്ട് കഫൻ പൊതിയാറ്. അവസാനം കാല് 2 വെളിയിലാ. പുല്ലു പറിച്ചു കൊണ്ടുവാ സഹാബാ. പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടിയിട്ടാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കിയത്. പ്രിയമുള്ളവരെ, എത്രയും വലിയ സമ്പന്നന്മാർ പടച്ചവനെ എല്ലാം കളഞ്ഞിട്ടാ ഹിജ്റ പോയത്. അതുകൊണ്ട് ഹിജ്റ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? വെറുതെ അല്ലാഹു വലുതാണ്, പടച്ചവനാണ് ഏറ്റവും വലുത്, അല്ലാഹുവാണ് സർവ്വതിനേക്കാളും എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാ പോരാ. അത് ഹൃദയം കൊണ്ട് പറയണം സഹോദരാ. ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണം സഹോദരാ. അല്ലാഹുവേ, പണം കിട്ടുമ്പോ പടച്ച റബ്ബിനെ മറക്കുന്നവനല്ല, അധികാരം കിട്ടുമ്പോ ദീനിനെ മറക്കുന്നവനല്ല,
സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിലെയും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെയും ചവിട്ടി തേക്കുന്നവനല്ല മുസ്ലിമേ. എന്റെ പ്രിയമുള്ളവരെ, സർവ്വതിനെക്കാളും വലുത് അള്ളാഹുവാകണം. ഈ ലോകത്ത് സർവ്വതിനെക്കാളും വലുത് പടച്ചറപ്പാകണം. നിനക്ക് വേണ്ട വിശ്വാസമതാണ്, നിനക്ക് വേണ്ട വിശ്വാസമതാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബികൾ മുഴുവനും ഹിജ്റ പോയി. ഇനി ആകെയുള്ളതല്ല നബിയും ചില സഹാബികളും രോഗം പിടിച്ച ചില സഹാബികളുമാ. എന്റെ പ്രിയമുള്ളവരെ, അന്നതാ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് നേതാവ്, നബിയാണ് നേതാവ്. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അവസാനവാ മുത്തുനബി പോയത്. അങ്ങനെയല്ല, ഇന്ന് നേതാവാണ് ഒന്നാമതോടുന്നത്. നിങ്ങൾ ചിന്തിക്കണം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നാട്ടിൽ അക്രമവും എവിടെ നോക്കിയാലും കൊള്ളയും കൊലയും ഇതൊക്കെ നടക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, അനുയായികളോട് പറഞ്ഞു, നിങ്ങളെല്ലാം മദീനത്തേക്ക് പോ, നിങ്ങളെല്ലാം മദീനത്തേക്ക് പോ. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഏറ്റവും അവസാനമാണ് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരിച്ച് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വലിയ പ്രകടനം നടക്കും. നേതാക്കന്മാരൊക്കെ ഫസ്റ്റ് സഫി കയറി നിന്ന് പത്രത്തിലൊക്കെ വരാൻ നിരന്ന് നിന്നിട്ട് അങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ലാത്തി ചാർജ് തുടങ്ങിയ ഉടനെ ഒട്ടം കണ്ടിട്ടുണ്ട്. ഏത് നേതാവിനെ അവിടെ കാണാം, ഏത് നേതാവിനെ കാണാ? എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ നിങ്ങളൊക്കെ പോ, അവസാനം ഞാൻ വരാം. എല്ലാരും പോയി, എല്ലാരും പോയി. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറായി. മുത്തുനബി വീടിന്റെ അകത്ത് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുങ്ങാൻ പോകുകയാണെന്ന് ഇബ്ലീസ് തന്നെയാ വന്ന് ഖുറൈശികൾക്ക് അറിയിച്ചു കൊടുത്തത്. അങ്ങനെ 7 ഗോത്രക്കാർ മുഴുവനും ഒരുമിച്ചുകൂടി മുത്തുനബിയെ കൊല്ലാൻ വീട് മുഴുവനും വളഞ്ഞിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും വളഞ്ഞു. വീടിന്റെ വെളിയിലിറങ്ങി അപ്പ കൊല്ലണം. എല്ലാവരും ഊരിപ്പിടിച്ച വാളുമായി കാത്തു നിൽക്കുമ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ ഉപദേശമെന്താ? ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ ഉപദേശമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ തയ്യാറായിക്കോ, ഹിജ്റയ്ക്ക് റെഡിയായിക്കോ. വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ശത്രുക്കളെ വീട് മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. നബിയേ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട്, അല്ലാഹുവേ ഒരു പിടി മണ്ണ് വാരിയിട്ട്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ. പരിശുദ്ധമായ ഖുർആനിലെ യാസീനിലെ ഒരായത്ത് പറഞ്ഞു കൊടുക്കുകയാ. നബിയേ, അല്ല കൂടെയുണ്ട് നബിയേ, ഒരുത്തരെയും ഭയപ്പെടണ്ട നബിയേ, ഒരാളെയും ഭയപ്പെടണ്ട നബിയേ. ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്തോതിയിട്ടൊന്ന് എറിഞ്ഞിട്ടിറങ്ങിപ്പോ നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരാ, അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്ക്, ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്ക്. അവിടെ പുതച്ചു കിടക്കാൻ പറഞ്ഞു. നബി ഒരു പിടി മണ്ണ് വാരി, അല്ലാഹുവേ വീടിന്റെ കവാടം തുറന്നു. ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒറ്റയേറാ. എന്നിട്ട് വീട് വളർന്നിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോവുകയാ. അതാണ് മോനെ തവക്കല്, അതാണ് മോനെ പടച്ചവന്റെ സഹായം. അതാണ് മുത്തുനബി ഇറങ്ങി നടന്നു പോവുകയാണ്. അവിടെ നിന്നവരുടെ മുഴുവനും കണ്ണിലേക്ക് മണ്ണ് വീഴുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരുടെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ മുത്തുനബിയുടെ കൂട്ടുകാരൻ വഴിയിലിങ്ങനെ കാത്തു നിൽക്കുകയാണ്. മുത്തുനബിയതാ തയ്യാറെടുത്ത് വന്നിരിക്കുകയാ. അതാ അബൂബക്കർ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രയാസമാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, അബൂബക്കറെ എന്റെ കൂടെ വരുന്നു, എന്റെ കൂടെ വരുന്നു നബിയേ, എന്റെ കൂടെ വരുന്നു അബൂബക്കറെ.
മുത്തുനബി ചോദിക്കേണ്ട താമസമുണ്ടല്ലോ, അബൂബക്കർ തങ്ങൾക്ക് എടുക്കാനൊന്നുമില്ല. ഞാനുണ്ട് നബിയെ, എനിക്ക് എടുക്കാനൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ അതാ മഹാനായ അബൂബക്കർ തങ്ങളെ നടക്കുകയാ. അവിടെന്ന് പറഞ്ഞു, നബിയേ എന്റെ ചുമലില് കേറി നബിയേ, എന്റെ ചുമലില് കേറി നബിയേ. എന്തിനാണെന്നറിയോ? നമ്മൾ രണ്ടുപേരും നടന്നുപോയാ കാൽപ്പാടം പിന്തുടർന്ന് ശത്രുക്കള് നമ്മളെ വന്ന് പിടിക്കും നബിയേ. എല്ലാവരും പോകണ്ട വഴിയിലൂടെ പോകണ്ട, എതിർഭാഗത്തുള്ള വഴിയിലൂടെ നബിയെ ചുമലിലേക്ക് കയറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടക്കുകയാണ്. കുറച്ച് മുന്നോട്ട് നടക്കും, കാലി വിപരീതമാണ് എടുക്കുന്നത്, എന്നിട്ട് കാലിന്റെ പാടുകൾ മായിച്ചു കളയും. ഇതുപോലെ ഉണർതാ അബൂബക്കർ തങ്ങൾ മുത്തുനബിയെ ചുമന്നുകൊണ്ട് നടക്കുകയാ. അവസാന ശത്രുക്കൾ മുഴുവനും വളയുമ്പോ ഉംറയ്ക്ക് പോകുമ്പോ പടച്ചവനെ 45 മിനിറ്റോളം മണിക്കൂറുകൾ നടന്നിട്ട് കയറി പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും ഇരുന്ന പർവ്വതം കാണാ. ആ ഗുഹയ്ക്കകത്ത് പോയി ദുആ ചെയ്യാ. എനിക്കും നിങ്ങൾക്കും ചരിത്രമറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കാ ആ ഗുഹ മുഴുവനും തയ്യാറാക്കി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുമ്പോ ശത്രുക്കൾ വന്നിട്ട് ഗുഹയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ശത്രുക്കൾ വന്നിട്ട് ഗുഹയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ആ ഗുഹയ്ക്കകത്തടിക്കുന്നു. ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ആ ഗുഹയ്ക്കകത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. അബൂബക്കർ തങ്ങൾ പിടയുന്നുണ്ട്, പേടിച്ച് കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറെ എന്തിനാ നീ പേടിക്കുന്നത്? മുത്തുനബി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ അബൂബക്കറെ നീ പേടിക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാ നമ്മളെ കാണുമല്ലോ നബിയേ. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയ, നബിയേ ഈ മുകളിൽ നിൽക്കണവനെങ്ങാണ് അവന്റെ കാലി നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചെന്തെന്നറിയോ? എടാ, അവൻ കാലി നോക്കണമെങ്കിൽ അബൂബക്കറെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ഞാനും നീ മാത്രമല്ല, മൂന്നാമനായിട്ട് ഒരാള് നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹ്. അവനവന്റെ കാലി നോക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ ഈമാൻ, അതാ ഈമാൻ. ആ ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴും മുത്തുനബി ചിരിച്ചോണ്ട് പറഞ്ഞത്, അബൂബക്കറെ അവനവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹ് വിചാരിക്കണം. ആ ഒരു തവക്കലാ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കുണ്ടോ ഈമാൻ? ഈ പറഞ്ഞ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്കുണ്ടോ? ഒരുത്ത അടിക്കാൻ വന്ന അല്ലാഹും വേണ്ട, റസൂലും വേണ്ട, ഓട്ടം തന്നെ. ത്യാഗം സഹിക്കാൻ വയ്യാർക്കും. 2, എല്ലാം കെട്ടിപ്പറക്കി പാകിസ്ഥാനി പോകാൻ പറഞ്ഞ പോവോ? അതെല്ലാം വാരി കെട്ടിയിട്ട് അതാ വരാൻ പോകുന്നേ, പേടിക്കൊന്നും വേണ്ട. എന്റെ പ്രിയമുള്ളവർ, ഇപ്പൊ ആസാമിൽ തുടങ്ങിയതേ ഉള്ളൂ. ഇത് തുടക്കവാ, അടുത്ത ബീഹാർ, ഇങ്ങനെ അവസാനം. നമ്മളിപ്പോ പറയും, ഓ കേരളത്തിൽ ഇതൊക്കെ വരുമോ? എന്തേ വരാൻ പറ്റത്തില്ല? സുനാമി ഒന്നില്ലേ? കേരളത്തിൽ വന്നിട്ട് നിന്റെ അടുത്ത് പറയാ, നീ രാജ്യത്ത് നിന്റെ വാപ്പാടെ വാപ്പ ജീവിച്ചിരുന്നതിന് തെളിവ് ചോദിച്ചാൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് പോയാൽ മതി, കിട്ടും. എടാ, ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും രജിസ്റ്റർ ചെയ്യണമെന്നാ എത്ര പേര് ചെയ്തിട്ടുണ്ട്? ജനന സർട്ടിഫിക്കറ്റ് നീ ഇന്ത്യ മഹാരാജ്യത്തിലാ ജനിച്ചത് എന്നതിനുള്ള തെളിവ് ഈ പുള്ളന്മാർക്കുണ്ടാവും, വേറെ ആർക്കാ ഉള്ള? നീ ഇവിടെയാ ജനിച്ചത് എന്നതിനുള്ള തെളിവെന്തേ ഉണ്ടോ നിന്റെ കയ്യിൽ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ പോയിട്ട്? ചെയ്തിട്ടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യം നീ റെഡിയാക്കി. ഇതൊക്കെ ആവശ്യം വരും, പ്രയോജനം ചെയ്യും. ഇതൊക്കെ പ്രയോജനം ചെയ്യും. ഇത് പറയുമ്പോ ഓ ഇതൊക്കെ ഞങ്ങളങ്ങ് അല്ലാഹുടെ ആൾക്കാരാ, അങ്ങക്ക് മഞ്ഞ സെൽവ് ഇറങ്ങി വന്നതുപോലെ വരും എന്ന് പറഞ്ഞിരുന്നാ പോരാ. നീ ചെയ്യേണ്ടത് നീ ചെയ്യും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. 3ാമത്തെ കാര്യം, ഹിജ്റ പഠിപ്പിച്ചു തരുന്ന 3ാമത്തെ കാര്യം, തവക്കൽ ഉണ്ടാകണം. അല്ലാഹ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാകണം. ഇല്ലാതെ പോയത് കൊണ്ടാണ് നമുക്കൊക്കെ ഇത് സംഭവിച്ചത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ഇപ്പൊ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
റക്കപ്പർ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതങ്ങട്ട് തവക്കല് പടച്ച റബ്ബിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. അല്ല ഉണ്ടല്ലോ, എന്തിനാ പേടി? സാമ്പത്തിക ഞെരുക്കം വന്ന നിനക്കെന്താ? ഗൾഫ് തകർന്ന നിനക്കെന്താ? എന്റെ സഹോദരൻ, നമ്മൾ എന്തിനാ ഈ കിടന്ന് തലകുത്തി മറിയണ പേടിക്കണത്? എന്തിനാ ഭയപ്പെടുന്നേ? സിറാജിന്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പോ തന്നെ, ഞാൻ എൻ്റെ ഉമ്മാടെ വയറ്റി കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ തന്നെ അള്ളാഹു എനിക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പേരെഴുതി വെച്ചിരിക്കുക. ഇന്ന് ഷമീറിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം. ഷമീർ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വീട്ടിലായി എനിക്ക് ദോശ എഴുതി വെച്ചിരുന്നത്. ഞാൻ കഴിക്കാൻ വന്നില്ലേ? ഇതുപോലെ ഇനി അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കഴിക്കും. അള്ളാഹു എനിക്ക് കിട്ടേണ്ടത് മുഴുവൻ എന്റെ ഉമ്മാടെ വയറ്റി കിടക്കുമ്പോ തന്നെ എഴുതി വെച്ചിരിക്കുക. എനിക്ക് കിട്ടേണ്ട ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നോപ്പാ? നിങ്ങൾ ആരെങ്കിലും തിന്നോ? എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? എന്താ ഉള്ളത് പറയാൻ മടിക്കണം? നിങ്ങൾ കഴിക്കോ? നിന്റെ പേരെഴുതിയത് ഞാൻ കഴിക്കോ? എനിക്ക് കിട്ടേണ്ട 1 രൂപ നിങ്ങൾക്ക് കിട്ടോ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടോ? കിട്ടൂല. പിന്നെന്തിനാ ഭ്രാന്ത്? പിന്നെന്തേ? എടാ, അള്ളാഹ് ഉമ്മാടെ വയറ്റി കിടക്കണം, അല്ല എഴുതി വെച്ചതല്ല. നീ എന്തിനാ കിടന്ന് പേടിക്കുന്നേ? നീ എന്തിനാ കിടന്ന് പ്രയാസപ്പെടുന്ന? തലകുത്തി കയറി അല്ലോ ഉസ്താദ് അങ്ങനെ എന്നല്ല. ഉമ്മാടെ വയറ്റി കിടന്നപ്പോഴ അല്ല നിനക്ക് എഴുതിയത് നിനക്ക് കിട്ടൂ. അല്ലാതെ നീ തലകുത്തി നടക്കണ്ട. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ടെൻഷൻ അടിക്കാൻ വിധിയുണ്ടെങ്കിൽ അടിക്കും. ഒരുപാട് കാലം എല്ലാരും ടെൻഷനും പ്രയാസം. എന്തിനാ ടെൻഷൻ അടിക്കണേ? ഭാര്യയും മക്കളെയും കുടുംബത്തെ കുറിച്ച് നീ എന്തിനാ പേടിക്കുന്ന? പരിഹാരം അല്ല പറഞ്ഞു തന്നിട്ടില്ലേ? ഖുർആൻ ഓതാറില്ലേ? പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് ഓതാറില്ലേ? എനിക്കൊരു പേടിയില്ല എന്റെ പെണ്ണുമ്പിള്ളെ മക്കളെയും കുറിച്ചിട്ട്. എനിക്കൊരു ഭയവുമില്ല. എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാകും, പ്രയാസമാകും. എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം ഞാൻ അംബാനി ആയതുകൊണ്ടല്ല. എന്റെ കയ്യിൽ ആവശ്യത്തിന് സമ്പത്തുള്ളവനല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയോ? എന്നോട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും ഞാനാണെന്ന്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാ മനുഷ്യ? നമ്മൾ പറയും കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ യൂസുഫ് അലി സാഹിബ്, പിന്നെ അംബാനി, അതുപോലെ ഒന്ന് മോദി, ഇങ്ങനെ കുറെ എണ്ണം. അങ്ങനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുമോ? അല്ല തന്നത് 4 കമ്പും കെട്ടി ഒരു ടാർപ്പ വലിച്ചു കെട്ടിയ ഒരു ചെറിയ വീടാണെങ്കിലും അതിൻ്റെ അകത്ത് അല്ല തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാണ് ലോകത്തിലെ സമ്പന്നൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ നീ തന്നെ. നാട്ടുകാരനല്ല, അംബാനിയല്ല. നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. നിനക്കാരോടും അസൂയയില്ല, ആരോടും നിനക്ക് കുശുമ്പ ഒന്നുമില്ല. അണ്ണാച്ചിമാരെ കണ്ടിട്ടില്ലേ? അപ്പൊ റോഡിന്റെ സൈഡിൽ കുഴിയെടുക്കണേ. റോഡിന്റെ സൈഡിൽ കുഴിയെടുത്തിട്ട് കടത്തിണ്ണി കിടന്നുറങ്ങുന്ന തമിഴ്നാട്ടുകാരായ ഭാര്യ ഭർത്താക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അൽഹംദുലില്ലാ, രാവിലെ മുതൽ ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്തിട്ട് വൈകിട്ട് ഒരു 500-600 കിട്ടും. രണ്ടുപേരും കൂടെ ഏതെങ്കിലും തട്ടുകടയിൽ പോയി നല്ല ഫുഡും കഴിച്ചിട്ട് കടത്തിണ്ണയിൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് കിടക്ക. വാടകയില്ല, കരണ്ട് ബില്ലില്ല, ടാക്സ് ഇല്ല, ഒന്നുമില്ല. ലോകത്ത് ആരോടും അവർക്കൊന്നുമില്ല. അവന്റെ കൊട്ടാരം കണ്ടിട്ട് ഇവൻ അസൂയയില്ല, അവന്റെ കച്ചവടം കണ്ടിട്ട് അവക്ക് അസൂയയില്ല, ഒന്നുമില്ല. അല്ല തന്നു 600 600 റാഹത്ത. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്, ഒരു പേടിയും വേണ്ട. അള്ളാഹു പറയുകയാ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിനക്ക് യാതൊരു പ്രയാസവും അള്ളാഹു വരുത്തൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെയ്യോ? ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു കാര്യം ചെയ്താ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് ഇരക്കണ്ട. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി, സംഘടനകളുടെ ഓഫീസുകൾക്ക് മുന്നിൽ പോയി, ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ട് പിരിവെടുക്കണ്ട. മരിക്കണ കാലം വരെ നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യോ? വേണമെങ്കിൽ എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി, നമ്മുടെ രാജ്യം എന്ന് വല്ലാത്ത പ്രതിസന്ധികൾക്ക് നടുവിലൂടെ പോകുന്ന വലിയ പ്രതിസന്ധി തന്നെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വല്ലാത്ത ഒന്നോർത്ത ഇതൊക്കെ നല്ലതാ. കാരണം വന്ന വഴി മറന്നുപോയി പലരും. അതന്നെ, വന്ന വഴി മറന്നുപോയി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും മനോഹരമായ ഒരു നാട് നിങ്ങൾ നോക്ക്. ഒരു പെണ്ണ് കൊട്ടയും ചുമന്നിട്ട് ഇങ്ങനെ മരത്തിന്റെ താഴെ കൂടെ പോയാൽ മതി, പറിക്കൊന്നും വേണ്ട, വീണങ്ങ് നിറയും. ഈച്ചയില്ല, കൊതുകില്ല, തേളില്ല, പാമ്പില്ല, ഒരു വൈറസ് രോഗവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നാടിനെ അള്ള തലകീഴായിട്ടെടുത്ത് നശിപ്പിച്ചു കളഞ്ഞത് എന്തുകൊണ്ട്? ധിക്കാരം കാണിച്ചത് കൊണ്ട്, അള്ളാനെ മറന്നതുകൊണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും
ഇന്ന അദാബി ലശദീദ്. മോഡി സാറിന് ആരും കുറ്റം പറയണ്ട. നീ നിന്റെ അവസ്ഥയ്ക്ക്, നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെ. GST വന്നതോ അല്ലെങ്കിൽ നോട്ട് നിരോധനോ ഇതൊന്നും അല്ല കാരണം. നിന്റെ നാശത്തിന് കാരണം നീ തന്നെയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതപ്പോ വിശ്വസിക്കാൻ ഒരു മടി. ഉള്ളത് പറയുമ്പോ അങ്ങനെ, ഉള്ളത് പറയുമ്പോ എല്ലാരും പറയുമല്ലോ പടച്ചോൻ അള്ളാഹുവേ അള്ളാഹുവേ. ചില കാര്യങ്ങൾ വിശ്വസിക്കണം സഹോദരങ്ങളെ. ഞാനിത് പറയുന്നില്ല ലൈവായതുകൊണ്ട്, കാരണം അത് നാളെ എനിക്കിട്ട് അടി കിട്ടാനുള്ളൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങൾക്ക് സന്തോഷമുള്ള ജീവിതം വേണമെങ്കിൽ അല്ല പറഞ്ഞത് ഒറ്റ കാര്യം ചെയ്താൽ മതിയെന്ന്. അല്ല പറഞ്ഞത് ഒരേ ഒരു കാര്യം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. ചെയ്യാൻ താല്പര്യമുള്ളവർ ഉള്ളവർ വെക്കാൻ മതി. കേട്ടിട്ട് തീരുമാനിക്കും. ഇങ്ങനെ രാത്രി എങ്ങാനും എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുവോ, പള്ളി കെട്ടി കൊടുക്കണമെന്ന് പറയുവോ, പ്രമാണം വിറ്റിട്ട് പൈസ കൊടുക്കണമെന്നും അല്ല. നിന്റെ 5 നയാ പൈസ ആർക്കും വേണ്ട. അള്ളാഹ്ക്ക് വേണം. അള്ളാഹ് ഏറ്റവും വലിയ സമ്പന്നനല്ലേ. അള്ളാഹ്ക്ക് എന്തിനാ പണം? അള്ളാഹുവിന് എന്തിനാ പണം? അള്ളാഹു പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു 2 പ്രതിഫലം തരാമെന്ന് ഖുർആൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു കാര്യം ചെയ്താൽ 2 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 10 മണിയായി, ഇലക്കിടയ്ക്ക് വാച്ചി നോക്കുന്നു. ഞാൻ ഇപ്പോഴാ കണ്ടത് ആൾക്കാർ വാച്ചി നോക്കുന്നു. പഠിച്ച എന്താ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോ? നിർത്തണോ? 10 മണിയായി. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ഒരൊറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരാ പാപ്പായ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ അല്ലാഹ്. ആദം നബി നിസ്കരിക്കാത്തതിന്റെ പേരിൽ, കള്ളു പിടിച്ചതിന്റെ പേരിലല്ല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അല്ല പറഞ്ഞ ആ മരത്തിന്റെ അടുത്ത് പോകരുത്, പോയി പൊക്കി പുറത്താക്കി. അതുകൊണ്ട് എന്ത് വേണം? നിർത്തണോ പറയണോ? എന്ത് വേണോപ്പാ? എനിക്കൊരു അരമണിക്കൂറും കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാ, ഇല്ലെങ്കിൽ ദുആ ചെയ്യ്. എന്ത് വേണം? വേണമെന്നുള്ളവർ കൈ പൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴേ ആത്മാർത്ഥത കാണിക്കണം. പിരിവൊന്നുമില്ലേപ്പാ? പിരിവൊന്നുമില്ല. ബക്കറ്റ് ഉണ്ട്, അതിനകത്ത് വല്ല ഇട്ടാ മതി ഏട്ടാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഓരോ ബാപ്പയും അമ്മയും ഈ സദസ്സിലിരിക്കുന്ന ഓരോ മാതാപിതാക്കളും കേട്ടോ, അള്ളാഹു പറയുന്നു, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു വൽ ആകിബത്തു ലിത്തഖ്വാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, ഈമാൻ ഉണ്ടെങ്കിൽ വിശ്വസിക്ക്. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. സൂറത്തു ത്വാഹ അതിന്റെ 35 32 ആയത്താണെന്ന് തോന്നുന്നു. അള്ളാഹു പറയുന്നു, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അള്ളാഹു പറയുകയാ, മോനെ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കണം. നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കുടുംബസമേതം നിങ്ങൾ നിസ്കരിക്കുന്ന കുടുംബമായാൽ അള്ളാഹ് പറയുകയാ, ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖു. അള്ളാഹ് പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ പറയാ? അല്ല പറയാ, എടാ 5 നേരം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഞാനാ റാസിഖ്, നീയല്ല. ലാ നസ്അലുക റിസ്ക. നീ തേടി നടക്കണ്ട, നീ ഭക്ഷണം തേടി നീ നടക്കണ്ടടാ. നീ 5 നേരം നിസ്കരിക്കുന്ന കുടുംബമാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെട്ടെന്ന് ദഹിക്കൂല ഇത് പറയുമ്പോ. ഉടനെ ചോദിക്കും, സിറാജെ അപ്പൊ നാളെ ജോലിക്ക് പോണ്ടേ? അപ്പൊ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ എന്റെ ഭാര്യക്കും മക്കൾക്ക് ആര് ഭക്ഷണം കൊടുക്കും? ഞാനൊരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ കാര്യം ആര് നോക്കും? നല്ല ചോദ്യം. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിന്നെ ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ട് ആര് കൊടുക്കും? നീ എങ്ങനെ കബറിന്ന് പാഴ്സലയക്കുമോ? ചിന്തിക്ക്. നീ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാകുമെങ്കിൽ നീ പള്ളിപ്പറമ്പിൽ കിടന്നാൽ നിന്റെ കുടുംബത്തിൽ ആര് ഭക്ഷണം കൊടുക്കും? ആര് കൊടുക്കും? ഒന്ന് പറഞ്ഞേ, ആര് കൊടുക്കും? ഒന്ന് പറ. നീ മരിച്ചുപോയാൽ നിന്റെ കുടുംബത്തിന് ആര് ഭക്ഷണം കൊടുക്കും? അല്ലാഹ്. ആ അല്ലാഹ് ഇപ്പോഴുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദര, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ.
കാലെന്ന് പറയുന്ന സാധനം നട്ടല്ലൊടിഞ്ഞാ നീ പോവോ? നീ എവിടെങ്കിലും ഒന്ന് തളർന്ന് വീണ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒന്ന് സ്റ്റോക്ക് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. പിന്നെ കിടന്ന് മലമൂത്ര വിസർജനം. ഇതുണ്ടെങ്കിലല്ലേ നീ പോ. ഇത് തരുന്നവനാരാ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നീയും നിസ്കരിക്കണം, നിന്റെ ഭാര്യയെയും നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം. എങ്കിൽ മരിക്കണ കാലം വരെ കഴിക്കാൻ ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 5 നേരം നിസ്കരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യന് ഭയമുണ്ടോ കുടുംബത്തെക്കുറിച്ച്? ഇല്ല. കാരണം രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞത് തരാന്ന്, അള്ളയാ പറഞ്ഞത് മരിക്കണ കാലം വരെ ഭക്ഷണം ഞാൻ തരാൻ പവറുള്ളവനാ അല്ലാഹ്, ആവശ്യം പോലെ ഉള്ളവനാ അല്ലാഹ് വാക്കു പറഞ്ഞ പാലിക്കുന്നവനാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5 നേരം നിസ്കരിക്കുന്ന ഒരു കുടുംബത്തിനും ഖിയാമത്ത് നാൾ വരെ എത്ര വലിയ സാമ്പത്തികമായിട്ട് തകർന്നാലും അവർക്ക് അല്ലാഹ് പട്ടിണി കൊടുക്കൂല. അവന്റെ വീട്ടിൽ വയറ് നിറച്ച് തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകും. അതാ ഉസ്താദന്മാരൊക്കെ തുച്ഛമായ ശമ്പളേ വാങ്ങത്തുള്ളൂ, പക്ഷെ വീട്ടിൽ ബർക്കത്താ. അത് കൊതിപെട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ 25,000 30,000 ഒരു മാസം വേണം. പള്ളിയിലെ ഖത്തീബിന് 7, 8, 9, 10 അരിക്ക് 32, 36 കിലോയ്ക്ക് വിലയാ. ഉസ്താദിന് എന്നും 10,000 തന്നെ. അതിനക്കരെ കയറില്ല. ഉസ്താദന്മാർക്ക് പിന്നെ അങ്ങോട്ട് കൂട്ടി കൊടുക്കൂല. കാരണം കൂട്ടി എന്തോ അവന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്ന പോലെ ശമ്പളം. പള്ളിയിലെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കമ്മിറ്റിക്കാർക്ക് വലിയ പ്രയാസമാണ്. ബാക്കി എന്തിനു കൊടുക്കാനും അവനറിയാം. അവന്റെ വീട്ടിൽ 25,000 30,000 തന്നെ കയ്യിലില്ല. കറണ്ട് ബില്ല് തന്നെ 10,000 രൂപ. പള്ളിയിലെ ഉസ്താദിനെ അളക്കും ശമ്പളം കൂട്ടി ചോദിച്ചാൽ ചോദിക്കും വേണോ? അയ്യോ അതിൻ്റെ എല്ലാം അല്ലോ ഭയങ്കര ചെലവല്ലേ. ഇതാപ്പ ഉസ്താദന്മാരൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു തട്ടാ പാവപ്പെട്ടവരെ ഗതി. പക്ഷെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ ബർക്കത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നൊരു പള്ളിയിൽ പോയി. ആദ്യമായിട്ട് ജോലിക്ക് പോയപ്പോ അവിടെ ഒരു മോദി സാഹിബ് ഉണ്ട്, വാങ്ങി വിളിക്കണ ചങ്ങായി. 5,500 രൂപ ശമ്പളം. ഈ ചങ്ങാതി ശമ്പളം കൂട്ടി ചോദിക്കുകയില്ല. ഞാൻ അപ്പൊ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, പാവല്ലേ, അപ്പൊ ഒന്ന് ഉസ്താദെ അയ്യാക്ക് ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്ക് എന്തേ? അപ്പൊ ഞാൻ ഒരിക്കൽ എന്ത് ചെയ്തു, ഞാൻ പഠിച്ചിറങ്ങിയ പ്രായമല്ലേ, കുറച്ചല്ലേ അയാളപ്പം വലിയ വിവരമൊന്നും ഇല്ലല്ലോ, പള്ളി ജോലിയെ കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മാമാർത്ത് ചോദിച്ചു, എന്താ ഇപ്പൊ നിങ്ങളുടെ ശമ്പളം കൂട്ടി ചോദിക്കാത്ത? എന്നോട് പറയാ ഉസ്താദെ 3 പെൺമക്കളുണ്ടായിരുന്നു, 3നെയും കെട്ടിച്ചു. 3 മക്കളെയും ഞാൻ കെട്ടിച്ചു. 15ഉം 10ഉം പവനും 2 ലക്ഷം ഓരോ ലക്ഷം രൂപയും കൊടുത്ത് കെട്ടിച്ചു. അൽഹംദുലില്ലാ 1 രൂപ പോലും കടവില്ല. ഒരാളുടെ മുന്നിലും ഞാൻ കൈനീട്ടാൻ പോയിട്ടില്ല. അൽഹംദുലില്ലാ 5 സെന്റും ഒരു മനോഹരമായ വീടുമുണ്ട്. ഇതെല്ലാം ഈ 5,500 എന്നല്ല കിട്ടിയ, എനിക്ക് എന്താ വേണ്ടതെന്ന്. അതാ ബർക്കത്ത്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ വീട്ടിൽ, രാവും പകലും ഓടുക. കേൾക്കണം, 3 പെൺമക്കളെ ഒരു 10 15 കൊല്ലത്തിന് മുമ്പ് ചിന്തിക്ക്. ആ മനുഷ്യൻ 10 15 പവൻ സ്വർണവും കൊടുത്തു, ഓരോ ലക്ഷം രൂപയും കൊടുത്തു, കടവുമില്ല, പലിശയ്ക്ക് എടുത്തിട്ടില്ല, ലോണും എടുത്തിട്ടില്ല, ഒന്നുമില്ല. പടച്ചോനെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല, പിരിവ് എടുക്കാതെ കെട്ടിച്ചിട്ട് 5 സെന്റ് ഒരു വീടുണ്ട്. ഉസ്താദ് ഇനി എനിക്ക് എന്താ വേണ്ടേ? ഇതെല്ലാം ഈ 5,500 നല്ല ഉണ്ടായേ. ഇവിടെ ആകെ 10 വയസ്സേ ഉള്ളൂ വീട്ടിൽ. പെണ്ണുമ്പിള്ള ഇടയ്ക്കിടയ്ക്ക് പറയും, അള്ളാഹുവെ കൊച്ചു വളർന്നു വരുന്നു, രാവും പകലും ഒട്ടവാ, മുള കെട്ടിക്കാറായി 10 വയസ്സുകാരി. അള്ളാഹു പഴയ ആൾക്കാരതാപ്പ. പഴയ ആൾക്കാരൊക്കെ ഇന്ന് 2 കൂടുതലില്ല വീട്ടിൽ, 2 കൂടുതലില്ല. ഉണ്ടെങ്കിൽ 3 പറക്കത്തിനൊന്നുകൂടെ സുന്നത്തല്ലേ, 3 നിർത്തി, പ്രസവം നിർത്തി കഴിഞ്ഞു. എന്നാ പണ്ട് അങ്ങനല്ല, 5ഉം 6ഉം 7ഉം 8ഉം മക്കള്. നമ്മുടെ വീട്ടിൽ 10 ആയിരുന്നില്ലേ ഉസ്താദ്? ഞങ്ങളുടെ ഉമ്മ 10 പ്രസവിച്ച. അള്ളാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, പണ്ടൊക്കെ ഓരോ വീട്ടിൽ 5ഉം 6ഉം പെൺമക്കള്. ഏത് അത്തായിക്ക ടെൻഷൻ ഉണ്ടായിരുന്നു? എന്റെ മക്കളെ കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞിട്ട് ഏത് വാപ്പായോ സുജൂദി കിടന്ന് ഒന്നുമില്ല, ഒരു പ്രയാസവും ഇല്ല. അവരൊക്കെ മനോഹരമായി ഇന്ന് ജീവിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവരൊക്കെ. അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹ് പറയുകയാ, എന്നോട് നീ നന്ദി കാണിച്ചാൽ ഞാൻ തരാം ഭക്ഷണം. തവക്കൽ എന്നെ ഏൽപ്പിക്കും, വിശ്വാസം എന്നെ ഏൽപ്പിക്കും, ഞാൻ തരാം. 2 അള്ളാഹ് ചോദിക്കാം, മോനേടാ നല്ല മരണം വേണോടാ? നല്ല മരണം വേണോ? പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റൂല, കുടുംബ മഹിമ പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റൂല. അള്ളാഹ് പറയുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണോ? വലാഖിബത്തുൽ ലിത്തഖ്വ, നിസ്കരിച്ചാ ഞാൻ തരാം. പൈസ കൊടുക്കേണ്ട മനുഷ്യ. വെള്ളിയാഴ്ച ഓരോരുത്തരുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോ എന്താപ്പ ചിരിവോ, ഓനെ കണ്ടോടെ, നല്ല മരണം കേട്ടോ, നല്ല മരണം കേട്ടോ. എന്റെ അത്ത മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ. ചില മക്കൾ പറയും, ചില ഉമ്മമാര് പറയും, ഉസ്താദ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സംസം വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ എന്റെ അമ്മ മരിച്ചേ. ഇത് പറയണേട്ട വിചാരിക്കും താത്തായിക്ക് സ്വർഗം കിട്ടുമെന്ന്. ഇവിടെ ചങ്ങായി, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമോ? കിട്ടൂല. അങ്ങാരി രക്ഷപ്പെട്ട്, ആ മനുഷ്യൻ രക്ഷപ്പെട്ട്. നീ ആ വാപ്പാടെ മോനാണെങ്കിൽ
നീ വെള്ളിയാഴ്ച രാവിലെ നല്ലപോലെ ഒന്ന് പോകും. പാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിലെ വെള്ളിയാഴ്ച മരിക്കണം. അപ്പോഴാ നീ മോനാകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹ് പറയുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണമെങ്കിൽ ഞാൻ തരാം. 5 നേരം നിസ്കരിച്ചാൽ മതി, പൈസ ചെലവില്ല. 5 നേരം നീ നിസ്കരിച്ചാൽ നിനക്ക് ഭക്ഷണവും തരാം, നിനക്ക് നല്ല മരണവും ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും കളഞ്ഞിട്ട് അള്ളാഹുവാണ് വലുതെന്ന് പറഞ്ഞു പോകും. അല്ലാതെ ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും, ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ കടക്കാത്തിരിക്കുക, പടച്ചോൻ എന്താടാ പോണില്ലേ, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു പോകുന്നില്ലേ. അള്ളാഹുബേ, ഇപ്പൊ ഞാൻ പോയാ കസ്റ്റമർ പോകും, കച്ചവടം പോയി. ഞാനിപ്പോ പള്ളിക്കകത്ത് പോയാ കച്ചവടം പോയി. അള്ളാഹു അതുകൊണ്ട് വേണ്ട, നിസ്കരിക്കാൻ പോത്തില്ല, എനിക്ക് കച്ചവട വലുത് പള്ളിയല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കച്ചവടം തന്ന അള്ളാഹിക്ക് പൂട്ടിക്കാനും അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവനാ നിനക്ക് കടയും തന്നത്, കച്ചവടം തന്നത്, പണവും തന്നത്. ആ അള്ളാഹിക്ക് ഇവിടുത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് പിരിവ് നടത്തിക്കാനും അള്ളാഹുവിന് കഴിവുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഹിജ്റ പഠിപ്പിച്ചു തരുന്ന 3ാമത്തെ പാഠം, തവക്കല്. അള്ളാഹ് കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅന ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നീ ഭയപ്പെടണ്ട, പടച്ച റബ്ബുണ്ട്. അതെന്നെ എനിക്കും പറയാനുള്ളൂ. ബദരീങ്ങളെ സഹായിച്ച അള്ളാഹ് 313 സഹാബത്ത് കടിക്കാൻ ഭക്ഷണമില്ലാതെ, എൻ്റെ പ്രിയമുള്ളവരെ, നേരെ ഒരു വാളോ പരിചയമോ ഒന്നുമില്ലാതെ 313 പേര് ഈ ഈമാൻ എന്ന് പറയുന്ന പരിചയമായിട്ട് ഇറങ്ങി പോകുമ്പോഴാ അള്ളാഹുവെ മലക്കുകൾ ഇറങ്ങി വന്നത്. അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നത് 313 സ്വഹാബത്തിന്റെ ഈമാൻ കൊണ്ടാ, അവർ അള്ളാഹുവിൽ വെച്ചിരുന്ന പ്രതീക്ഷ കൊണ്ടാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അബൂബക്കറേ നീ ഭയപ്പെടണ്ട. അള്ളാഹുവെ അവിടെന്ന് പറയുകയാണ്, 3ാമതൊരാളുണ്ട്, പടച്ച റബ്ബാണ് നമ്മുടെ കൂടെയുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നടന്ന് അള്ളാഹുവിന്റെ റസൂൽ അതാ മക്കയെന്ന് വിട്ടുകിടക്കാ സമയമായപ്പോ പ്രവാചകന് പർവ്വതത്തിന്റെ മുകളിലേക്ക്, പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മക്കയുടെ ഭാഗത്തേക്ക്, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാ. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുന്നുണ്ട്, മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, മക്കയോട് നിന്നെ പിരിയാ മനസ്സില്ല, നിന്നെ വിട്ടിട്ട് പോകണമെന്ന് എനിക്കില്ല. നിന്നെ വിട്ട് പിരിയുന്നത് കാരണം വല്ലാത്ത വേദനയുണ്ട്. നിന്റെ നാട്ടുകാർ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞു പോകുന്നതെന്ന് മുത്തുനബി നിറകണ്ണുകളോട് മക്കയെ നോക്കിയിട്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുകയാ. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പോകേണ്ടി വന്നെന്ന് ചരിത്രം പറയുമ്പോ, ഇന്നത്തെ കാലഘട്ടവുമായി നമ്മൾ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമ്മൾ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ നോക്കി പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറി നിന്നിട്ട് പറഞ്ഞു, വേറെ വഴിയില്ലാത്തത് കൊണ്ട് പോവാട്ടാ, എന്നോട് വെറുപ്പുള്ളത് കൊണ്ടെന്നല്ല, നിന്റെ നാട്ടുകാര് സമ്മതിക്കാത്തത് കൊണ്ടാ ഞാൻ മദീനത്തേക്ക് പോകുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിനിയിപ്പോ എങ്ങോട്ട് പോകാനാ? പള്ളിപ്പറമ്പിലേ പോകാൻ പറ്റുമോ? തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുമ്പോൾ ഇതര പറഞ്ഞു തരുന്ന 4ാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാന്റെ റസൂൽ ഇങ്ങനെ വരുന്നത് കാണുമ്പോ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അതാ മദീനക്കാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ, അങ്ങ് ദൂരെ നിന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അബൂബക്കർ സിദ്ദീഖ് തങ്ങള് രണ്ടുപേരും നടന്നു വരുന്നത് കാണുമ്പോ അല്ലാഹുവേ, മദീനയ്ക്കെന്ന് ഉത്സവമായിരുന്നു. സന്തോഷം കാരണം തുള്ളിച്ചാടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് കാണുമ്പോ മദീന നിവാസികളെന്ന് ആഘോഷം കൊണ്ട് സന്തോഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവര് ചെയ്ത 4ാമത്തെ പാഠമുണ്ട്. മുഹാജിരീങ്ങളെ കടന്നു വന്നപ്പോ ഇട്ടിരുന്ന വസ്ത്രവുമായി തന്റെ നാട്ടിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോട് അൻസാരികളെ ചെയ്തതെന്തെന്നറിയോ? അവരെ കെട്ടിപ്പിടിക്കുക,
നടക്കുകയാ. അൻസ്വാരിങ്ങൾ മുഹാജിരീങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവര് പറഞ്ഞ കാര്യമെന്തേ? ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ടോ, നിങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. അല്ലാഹുവേ, രണ്ട് വീടുള്ളവരൊരു വീട് കൊടുത്തു, രണ്ട് വീടുള്ളവരൊരു വീട് കൊടുത്തു, തോട്ടമുള്ളവർ തോട്ടങ്ങൾ കൊടുത്തു, വാഹനമുള്ളവർ വാഹനം കൊടുത്തു, സമ്പാദ്യമുള്ളവർ സമ്പത്തിന്റെ പകുതി കൊടുത്തു. എന്തിന്? രണ്ട് ഭാര്യമാരുള്ളവർ, രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്ന പ്രിയമുള്ള സഹോദരാ, ഇതര പഠിപ്പിച്ചു തരുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ഉള്ളവനില്ലാത്തവന് കൊടുക്കണേ, ഉള്ളവനില്ലാത്തവന് കൊടുക്കണേ. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര പാവങ്ങളെ കാണുന്നുണ്ട്, എത്രയോ രോഗികളെ കാണുന്നുണ്ട്, കിടക്കാ വീടില്ലാത്തവരുണ്ട്, മക്കളെ കെട്ടിച്ചു കൊടുക്കാ ഗതിയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഷ്ടപ്പെടുന്നവരുണ്ട്. തിരിഞ്ഞു നോക്കൂലല്ലോ, അവരെ സഹായിക്കൂലല്ലോ, കണ്ട പരിചയം കാണിക്കൂലല്ലോ. അച്ഛവരെ, നിന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പാവങ്ങളുണ്ട്, അവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ പോയി. സഹോദരാ, നീ അൻസാരിങ്ങളെ പോലെ ആകണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് ഇട്ടിരുന്ന വസ്ത്രവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നുപോയ സഹാബികളെ മദീന നിവാസികളെ പിടിച്ചിട്ട് പറയാ, നീ പേടിക്കണ്ട, എന്റെ രണ്ട് വീട്ടിൽ ഒരു വീട് നിനക്ക്. ാകട്ടെ, ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചാലേ ആകാശത്തിലുള്ളവൻ നിന്നോട് കരുണ കാണിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാവങ്ങളെ സഹായിക്കാനുള്ളൊരു മനസ്സ്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആ ഒരു മനസ്സാണ് ഇന്നില്ലാതെ പോയത് നമുക്ക്. എത്രയോ യതീമീങ്ങൾ, എത്രയോ പാവപ്പെട്ട പെൺമക്കൾ, വിവാഹപ്രായം കഴിഞ്ഞവർ, തിരിഞ്ഞു നോക്കാൻ തന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പാവങ്ങൾ. നമ്മൾ ചോദിക്കും, അല്ലാഹുവേ, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത വീടുകളുണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കും, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോന്ന്? നിന്റെ കണ്ണ് തുറന്നു നോക്കാത്തത് കൊണ്ടാ സഹോദര. എത്രയോ പാവങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും എത്രയോ പാവങ്ങളുണ്ട്. ആ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്, നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികൾ അന്ന് വല്ലാത്ത ഏതൊരു പാവപ്പെട്ടവനെ സഹായിക്കുന്ന വിഷയത്തിൽ സ്വഹാബികൾ മത്സരമായിരുന്നു. ഇന്ന് സ്വഹാബികൾ വല്ലാത്ത മത്സരം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം എടുത്തു നോക്ക്. ഓരോ സ്വഹാബികൾ രാത്രി ആരും കാണാതെ, അന്ന് ഫ്ലെക്സ് ഒന്നും അടിച്ചു വെക്കണ്ട, ഇന്ന് 10 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്ത ഒരെണ്ണത്തിന് 50,000 രൂപ കൊടുത്ത അവിടെ കാണാം ഫ്ലെക്സിൽ. അന്ന് അങ്ങനല്ല. സഹാബികൾ മനോഹരമായ ഒരു ചരിത്രം പറയുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രാത്രി ഇങ്ങനെ കിഴികെട്ടും, പൈസ ആരും കാണാതെ കിഴികെട്ടിയിട്ട് പള്ളിയിൽ പോകും. ആൾക്കാർ കിടന്നുറങ്ങുമ്പോ തലകണിക്കടി കൊണ്ടുവച്ചിട്ട് വരുവത്രേ. ആരാന്നറിയരുത്, ആരാ വെച്ചതെന്നറിയാതെ തലകണിക്കടിയിൽ വെച്ചിട്ട് പോകുമായിരുന്നു. ചരിത്രം പറയുന്നു, ആ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോ തലകണിയുടെ അടി നോക്കുവെന്ന് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ പള്ളിക്കകത്തൊക്കെ കിടന്നുറങ്ങുന്നവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തലകണ്ണ അടി നോക്കും, എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ. ഇന്നാണെങ്കിൽ പള്ളിക്ക് കിടന്നുറങ്ങിയിട്ട് ഇന്നെവിടെങ്കിലും കിടന്നുറങ്ങിയാൽ തലകണ്ണിന്റെ അടിയിൽ നോക്കും, വെച്ചത് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ. അതവസ്ഥ. ഉറങ്ങാൻ സമയത്ത് വെച്ചത് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ നോക്കണേ. അന്നവരെ ചരിത്രം പറയുന്നു, ഒരു വാപ്പ കൊണ്ടുപോയി പാതിരാത്രി കൊണ്ടുപോയിട്ട് വെച്ചു. അല്ലാഹുവേ, പടച്ചവനെ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ മോൻ ഒരു പിതിയായിട്ട് വരിക. മകൻ പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോ മകൻ രാവിലെ വീട്ടിലേക്ക് വരുമ്പോ ഒരു പൊതിയായിട്ട് വരിക. വാപ്പ നോക്കുമ്പോ, അല്ലാ, ഇന്നലെ ഞാൻ കൊണ്ടുവച്ചതാ, മോന്റെ തലകണിക്കടിയിലാ വെച്ചത്. വാപ്പ മോനാന്നറിഞ്ഞില്ല, മോന്റെ തലകണിക്കടിയിലാ വാപ്പ കൊണ്ടുവച്ചേ. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സദക്ക കൊടുക്കുന്നവന് പ്രതിഫലം കൂടുതലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടുപേരും കൂടെ മോൻ പറഞ്ഞു, വാപ്പ പറഞ്ഞു, ഇടാ ഇത് ഞാൻ കൊണ്ടുവച്ചതാ, ഇങ്ങതാടാ, നിനക്ക് പറ്റൂല. മകൻ പറഞ്ഞു, ഇല്ല വാപ്പ, നിങ്ങളെ ഞാനാന്നറിഞ്ഞില്ലല്ലോ കൊണ്ടുവച്ച. നബിയുടെ മുന്നിൽ പോയെന്നാ പരാതി. നബിയുടെ മുന്നിൽ പോയ
മുങ്ങിപ്പോയെന്ന എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ പറഞ്ഞു, അത്ര പ്രതിഫലം നിങ്ങൾക്കുണ്ട്, പ്രതിഫലമുണ്ടെന്ന് മുത്തുനബി പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അങ്ങനെയാകണം നമ്മുടെ വീട്, നമ്മുടെ നാട്. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അള്ളാഹ് ഒരു വീടേ പറഞ്ഞുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അള്ളാഹു ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അൻസാരിങ്ങളെ പോലെയാകാം. അൻസാരിങ്ങളെ പോലെ ആയാൽ ഖുർആൻ പറയുന്നു, അൻസാരിങ്ങളെ പോലെ നമ്മളായാൽ അള്ളാഹു നമുക്ക് 3 പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു 3 പ്രതിഫലം നമുക്ക് തരും. അതേതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ബക്കറ്റെടുത്ത് അൻസാരിങ്ങളുടെ സ്വഭാവം ഉണ്ടോ നോക്കാം. പോക്കറ്റ് ഉള്ളതിലൊരു പങ്ക് ഇവർക്ക് കൊടുക്കുന്നു നോക്കാം. ഒന്ന് കൈയിട്ടെ. പ്രതിഫലം ഞാൻ പറയാം, 3 പ്രതിഫലം. എന്താ ഞാൻ ഒന്നും എടുത്തില്ലപ്പോ. എന്റെ ബക്കറ്റ് എടുത്ത പെട്ടെന്ന് എല്ലാം കൈയിട്ട പോക്കറ്റ് ഇട്ടോ. അൻസാരിങ്ങളുടെ സ്വഭാവം ഉള്ളവനില്ലാത്തവന് കൊടുക്ക്. നീ പറയും ഉസ്താദെ ഇല്ലാന്ന്, നിന്റെ കയ്യിൽ ഇത്തിരിയേ ഉള്ളോ, ഇല്ലാത്തപ്പോ കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാ. നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാ. കൈയിട്ടോ, ഉള്ള ബർക്കത്ത് അല്ലാഹ് തരും. നഷ്ടമൊന്നുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ പടച്ചവനെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു അവരുടെ കുടുംബം ഏറ്റെടുക്കണേ അല്ലാഹ്. അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവരെ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ബക്കറ്റിൽ പൈസ ഇടുന്നതിற்கு വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറയാം. അൻസാരിങ്ങളെ പോലെ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരിങ്ങളെ പോലെ എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൈസ കൊടുക്കുന്ന നിങ്ങൾക്ക് അള്ളാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഇരിക്കണ ചങ്ങാതിമാരിൽ എത്രയോ പേര് ഭാര്യ കാരണം കണ്ണുനീര് കുടിക്കുന്ന എത്രയോ പേരുണ്ട്. ഭാര്യയുടെ ദുസ്വഭാവങ്ങൾ, ഭാര്യയുടെ സ്വഭാവങ്ങൾ, അള്ളാഹുബെ അത് കാരണം അള്ളാഹുബെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, വല്ലാത്ത പ്രയാസത്തോടു കൂടി ജീവിക്കുന്നവർ. ഒരു നല്ല ഭാര്യ, ഉസ്താദെ എൻ്റെ ഭാര്യ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യ്. എത്രയോ പെണ്ണുങ്ങൾ പറയും ഉസ്താദെ എൻ്റെ ഭർത്താവ് നന്നാകുന്നതിന് വേണ്ടി ദുആ ചെയ്യ്. എത്രയോ ചെറുപ്പക്കാർ പറയും ഉസ്താദെ ഒരു നല്ല പെണ്ണ് കിട്ടണമെന്ന്. മോനെ, നിനക്ക് നല്ല ജീവിതം വേണോ? മനസ്സറിഞ്ഞിട്ട് സദഖ കൊടുക്ക്, അള്ളാഹു നിനക്ക് നല്ല ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. സദഖ കൊടുത്താൽ നല്ല മക്കളെ കിട്ടും എന്നുള്ളതിന് തെളിവ് വേണം. സദക്ക ചെയ്താലേ, നല്ല കാര്യങ്ങൾ ചെയ്താല് നല്ല ഭാര്യയെ കിട്ടുമെന്നുള്ളതിന് തെളിവ് ഞാൻ പറയും. ജോലി വേണോ? നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു. മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മുസാ ഫിർഔന്റെ അനുയായികൾ വരുന്നുണ്ട്, രക്ഷപ്പെട്ടോളാം, നാട് വിട്ടോളാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാം ഒറ്റ നാട് വിട്ടു. നാട് വിട്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഉത്സവ പറഞ്ഞ കൂടെ കണ്ടിട്ടില്ലേ? ഒന്നുമില്ലല്ലോ, എല്ലാം കൂടെ കടന്നിട്ട് വെള്ളം കോരുന്നതിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാ. മൂസാ നബി നോക്കുമ്പോ 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. 2 ചെറുപ്പക്കാരായി 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? ഈ ആണുങ്ങൾക്കിടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അതാ ഈമാനുള്ള പെണ്ണ്. അങ്ങനെ അവള് മറ്റേ പരിപാടിക്ക്, ഓണപരിപാടിക്ക് ചാടാൻ നിൽക്കില്ലല്ലോ. അങ്ങനെ നല്ലത്. അവിടെ മക്കളല്ലേ ഉള്ളൂ, പർദ്ദയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് ചാടാൻ. 2 പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് നാണം, ലജ്ജയുണ്ട് ഈ ആണുങ്ങൾക്കിടയിൽ. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോയില്ലെങ്കിൽ വെള്ളം തീരൂല്ലേ? നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ? ആണുങ്ങളൊന്നുമില്ല, ഒരു വാപ്പയേ ഉള്ളൂ, പ്രായം ചെന്ന മനുഷ്യനാ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞെങ്കിൽ ഞാൻ വെള്ളം കോരിത്തരാം. അള്ളാഹുവേ, മൂസാ നബി ആ 2 പെൺകുട്ടികൾക്ക് വെള്ളം വാരി കൊടുത്തു, വെള്ളം കോരി കൊടുത്തു. 2 പേരും പോയി.
മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്യണമെന്നറിയില്ല, കയ്യിലൊന്നുമില്ല, നാട് വിട്ടു വന്നതാ. മൂസാ നബി ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ പ്രശ്നം ഞാൻ ഒറ്റയ്ക്കൊന്നും അറിയില്ല, നീ സഹായിക്കണം. മൂസാ നബി ഇങ്ങനെ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ രണ്ട് പെൺകുട്ടികൾ നടന്നു വരിക. ഇത് ഞാൻ പറഞ്ഞല്ല, ഖുർആൻ പറഞ്ഞ കഥയാ. രണ്ട് പെൺകുട്ടികൾ ഇങ്ങോട്ട് മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, വാപ്പച്ചി വിളിക്കുന്നുണ്ട് നിങ്ങളെ, നിങ്ങൾക്ക് പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ ഉപ്പ വിളിക്കണു വരാൻ. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു രണ്ട് പെൺകുട്ടികളും. എന്നിട്ട് പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അതാ എന്തേ പറഞ്ഞേ, നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നടക്കാൻ, ഞങ്ങളുടെ പുറകിലല്ല, ഞങ്ങൾ പുറകിൽ നിന്ന്. അങ്ങനല്ല, ഇന്ന് പെൺമക്കൾ മുമ്പിൽ നടക്കുക, ആണുങ്ങൾ പുറകിൽ നടക്കാതെ കാലം. ലജ്ജയുണ്ട് ആ പെണ്ണുങ്ങൾക്ക്. അവിടെ പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നട, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അവസാനം മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ പെൺകുട്ടികളുടെ വാപ്പയാര, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ആ പെൺകുട്ടികളുടെ വാപ്പ ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ കഥകളൊക്കെ കേട്ടപ്പോ ശുഐബ് നബി പറഞ്ഞു, എന്റെ മൂത്ത മോളെ അങ്ങ് കെട്ടിച്ചു തരും. അതാ എന്റെ മൂത്ത മകളെ ഞാൻ കെട്ടിച്ചു തരും, ഒരു 11 കൊല്ലം ഇവിടെ ജോലിയും ചെയ്തോണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്തപ്പോ രണ്ട് പെൺകുട്ടികൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ അള്ളാഹ് കൊടുത്ത പ്രതിഫലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ ഭാര്യ നന്നാകണോ, നിന്റെ മക്കള്, നിന്റെ ഭർത്താവ് നന്നാകണോ, സാലിഹത്തായ ഇണയെ കിട്ടണോ, സദക്ക കൊടുക്ക്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2, ഈ ബക്കറ്റിന്റെ അകത്ത് പൈസയിട്ട് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, നിന്റെ മക്കൾ കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി അള്ളാഹു നിനക്ക് വരുത്തത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ പ്രതിഫലം, നിന്റെ മക്കൾ സാലിഹീങ്ങളായ മക്കൾ, കണ്ണിന് കുളിർമയുള്ള മക്കൾ, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കൾ, വൃദ്ധസദനത്തിൽ കൊണ്ടിടാത്ത മക്കൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തൊടിയിൽ ഉസ്താദ് പ്രസംഗിച്ച് കേട്ടു, വൃദ്ധസദനത്തിൽ ഇപ്പൊ നിർത്തിയേക്കാം. ഉജീന പിന്നെ കൊടുക്കാം, ദുആ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഉജീന. അങ്ങനല്ലേ, മടിയുണ്ടോ? ഉജീനം കൊടുക്കുന്ന എപ്പോഴാ? ദുആയ്ക്ക് ശേഷമാണോ ദുആയ്ക്ക് മുമ്പാണോ? അങ്ങനല്ലേ നാട്ടില്? അങ്ങനാണോ? ഒന്ന് കൈവക്കിക്ക്. അങ്ങനെയാണെങ്കിൽ അപ്പൊ ദുആയ്ക്ക് മുമ്പ് കൊടുക്കണോ ശേഷം കൊടുക്കണോ? എപ്പം കൊടുക്കണം? ശേഷം. അള്ളാഹു ആർക്കൊക്കെ പേര് എഴുതിയിട്ടുണ്ടോ അത് അവർക്ക് തന്നെ കിട്ടും, പേടിക്കണ്ട. നിങ്ങൾ ആരും വിഷയണ്ട, നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനി 2 പൊതി വാങ്ങിച്ചു ഉസ്താദേ, 2 പൊതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേരുണ്ട്, അതന്നെ എന്ന് പറഞ്ഞ് 2 മേടിക്കാന്നല്ല കേട്ടാ, എല്ലാം ഓരോന്ന് മേടിച്ചാൽ മതി. നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നീ പോയാലും ഇരുന്നാലും, ആദ്യം നിന്നാലും അവസാനം നിന്നാലും പേരുണ്ടോ കിട്ടിയിരിക്കും, വേറെ ആർക്കും കിട്ടൂല. ആ ഈമാന നമുക്ക് വേണ്ടത്, അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന വഴി നിന്നാ മതി, പെണ്ണുങ്ങളുടെ വാതിലിൽ നിന്നാ മതി. ഇറങ്ങി പോകുമ്പോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു പൊതിയും കൊടുത്തു വിടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ 2 സാലിഹായ മക്കളെ അള്ളാഹു തരും. മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി വരുത്തൂല. 3 ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടായാൽ നമുക്ക് കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം, വീട് കാണാൻ മന്ത്രിയൊന്നും വരൂല്ല. ആര് വരും? രാഷ്ട്രീയക്കാര് വരൂല. ആര് വരും? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട് കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇത് 3ഉം കൂടെ ഒരുമിച്ച ഒരു ചരിത്രം തുറന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് നമസ്കാരം കഴിഞ്ഞു പള്ളിയിലേക്ക് പോയ ഭർത്താവിനെ കാണാനില്ലാതെ ഭാര്യ ഇങ്ങനെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിലേക്ക്, മുത്തുനബിയുടെ ചാരത്തേക്ക് വാപ്പയും മകനും കൂടെ പള്ളിയിൽ പോയതാണ്. ഒരുപാട് സമയം കഴിഞ്ഞു, ഭർത്താവിനെയും മകനെയും കാണാതെ വന്നപ്പോ ഭാര്യ വീടിന്റെ വാതിലിൽ ടെൻഷൻ അടിച്ചിട്ട് കാത്തു നിൽക്കുകയാ. അവളാണ് ഭാര്യ. പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിലുമുണ്ടല്ലോ 10 മണിക്ക് വരേണ്ട ഭർത്താവ്, പടച്ചവനെ 11 മണിയായിട്ട് വന്നില്ലെങ്കിലും പെണ്ണിനൊരു ടെൻഷനുമില്ല. ഒരു ഭാര്യയും വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കാറുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് ഭർത്താവും മകനും കൂടെ
മുത്തുനബിയുടെ മുന്നിൽ പോയതാ, സമയം താമസിച്ചു, കാണുന്നില്ല, ഭാര്യ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുക. ഇന്നത്തെ പെണ്ണുങ്ങൾ നിൽക്കുവോ? ഇത്തിരി കൂടെ താമസിച്ചാ മതി എന്ന് ആഗ്രഹിക്കുന്നേ. ഇത്തിരി കൂടെ ഇശായിക്ക് പള്ളിയിൽ പോയ ഭർത്താവ് 10 മണിക്ക് വന്നാൽ മതി, എങ്കിലല്ലേ സീരിയൽ കണ്ട് തീർക്കാൻ പറ്റൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെറുപ്പക്കാരൻ 10 മണിയായി പോകുന്നില്ലേടാ, കുറച്ചുകൂടെ കഴിയട്ടെ ഉസ്താദേ. പള്ളിയുടെ റോഡ് സൈഡിലൊക്കെ ചെറുപ്പക്കാരൻ നിൽക്കുക, പെണ്ണ് കെട്ടിയിട്ട് 1 വർഷം ആയില്ല, പോന്നില്ലേടാ, കുറച്ചുകൂടെ കഴിയിട്ട് അവൾ ഉറങ്ങട്ടെ ഉസ്താദേ. ഇന്നത്തെ അവസ്ഥ ഇതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സാലിഹത്താക്കി തരുമാറാകട്ടെ. ആമീൻ പറ. കെട്ടിയ പെണ്ണുമ്പിള്ള ഒളിച്ചോടി പോയാ പിന്നെ ആരാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കെട്ടിയ പെണ്ണുമ്പിള്ള വല്ലവന്റെ കൂടെ പോയാ താടിയും തഴമ്പും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.